അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മോമോസ് ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയെന്ന് പറയാം. നമുക്കിത് പല ഫ്ലേവറിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് ചിക്കൻ വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു പെർഫെക്റ്റ് ഒതൻറ്റിക് റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയണില്ല. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. കൂടെ നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു സോസും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ മോമോസിന് വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി നല്ലോണം വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു ചെറിയ സൈസുള്ള ഉള്ളീൻ്റെ പകുതി നല്ല നേരിയതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തതും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ ക്യാപ്സിക്കത്തിൻ്റെ പകരം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത്ര അധികം ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് 2 പച്ചമുളക് നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കുകയാണ്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇത് കുറച്ച് മല്ലിയില നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കാനുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഞാനിതൊരു 10-15 മിനിറ്റ് മുന്നേ തന്നെ ഇതിന് വേണ്ട മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദയിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പൊടി കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒരു നോർമൽ സോഫ്റ്റ്നെസ്സിൽ കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ 2 കപ്പ് പൊടി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ആട്ടയും കൂടെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പകുതിയായിട്ടും എടുത്താലും മതി. അപ്പോൾ നമ്മളെ മാവ് ഞാൻ നല്ല നേരിയതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഇതിൻ്റെ നടുവിലായിട്ടൊരു സ്പൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അത് പല രീതിയിലും ഷേപ്പ് ചെയ്തെടുക്കും. ഞാനിപ്പോൾ എനിക്ക് എളുപ്പമുള്ളൊരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതും അത്ര പെർഫെക്റ്റ് ഒന്നല്ല, എനിക്കറിയണ പോലെ ഞാൻ ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ടിങ്ങനെ ചെറിയ നെറിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് നെറി ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 സൈഡും ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു കിഴി പോലൊക്കെ ആക്കിയിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളിതിൻ്റെ മാവ് പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. അത് വിചാരിച്ചിട്ട് നമ്മൾ സമോസക്ക് പരത്തിയെടുക്കുന്ന പോലെ അത്ര നൈസായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെ ഒന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം, എന്നാലേ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മേലത്തെ തട്ടിൽ നല്ലോണം ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോമോസ് ഓരോന്നും വെച്ച് കൊടുക്കുക. തമ്മിൽ തട്ടാത്ത രീതിയിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുറച്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതൊരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മൾ മോമോസ് റെഡിയായി കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളൊരു ഡിപ്പും കൂടെ റെഡിയാക്കി എടുക്കാണ്ട് അതിൽ മുക്കി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കളറും കൂടെ കിട്ടും. പിന്നെ അതൊരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തക്കാളി മുളകൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം 2 വെളുത്തുള്ളി നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തത് ഒന്ന് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്തൊരു മണം വരുമ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ തക്കാളിൻ്റെ മുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ നല്ല മോമോസും അതിൻ്റെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചൂടാറാത്ത പാത്രത്തിൽ വെക്കണം. പുറത്ത് വെച്ചാൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഉണങ്ങിപ്പോവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സോസിൽ മോമോസ് ഇട്ടിട്ട് വെക്കണം.
അപ്പോൾ നിങ്ങൾ ഇതുവരെ മോമോസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമ.